Hello guys, welcome back to another video. എൻ്റെ പേര് അൽഫി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോ ഹോൾ വീഡിയോ ആണ്. മീഷോ ഹോൾ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ജീൻസിന് പറ്റിയിട്ടുള്ള ഷർട്ട്സ് ആൻഡ് ടുണിക്സ് ടോപ്സിൻ്റെ വീഡിയോസ് ആട്ടോ. പക്ഷേ മീഷോ മാത്രമായിട്ടല്ല, ആൻഡ് പ്ലസ് അജിയോ ഹോളും കൂടി ആട്ടോ. മീഷോ പ്ലസ് അജിയോ ഹോളാണ്. മീഷോയുടെയും കുറച്ച് ഡ്രസ്സ് ഉണ്ട്, അജിയോയുടെ ഹോളുണ്ട്. ആദ്യം ഞാൻ ഓർത്ത് രണ്ടായിട്ട് ചെയ്യാമെന്ന്, പിന്നെ ഞാൻ ഓർത്തു ഭയങ്കര മടി രണ്ട് വീഡിയോ ആയിട്ട് എനിക്ക് വരുമ്പം. സോ അതുകൊണ്ട് ഒറ്റ ടേക്കിൽ തന്നെ പോകാൻ തോർത്തു. അപ്പോൾ നമുക്ക് ഡ്രസ്സുകളൊക്കെ കാണാം. അതിന് മുമ്പ് ആദ്യമായിട്ട് അല്ലെങ്കിൽ ചാനൽ കാണുന്നത് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഓൾ എന്ന ഓപ്ഷനിലൂടെ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണൂട്ടോ, ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ ഇതാ ഇത്രയധികം കുറച്ച് പ്രോഡക്റ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അജിയോയും അതുപോലെ തന്നെ മീഷോയുടെയാണ്. അപ്പോൾ അജിയോ വേണോ മീഷോ വേണം? അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം കൂടുതലും മീഷോയിലാണ്. ലോവസ്റ്റ് ബഡ്ജറ്റാണ്. നമുക്ക് മീഷോയിലെ കുറച്ച് പ്രോഡക്റ്റ്സ് കണ്ടതിന് ശേഷം അജിയോയിലെ പ്രോഡക്റ്റ്സ് കാണാം, മീഷോയിലെ പ്രോഡക്റ്റ്സ് കാണാം. നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇത് വന്നിട്ടൊരു ഷർട്ടാണ്. ആക്ച്വലി ഒരു ടുണിങ്സ് പോലെ ഫീൽ ചെയ്യും, പക്ഷേ ഇത് ഷർട്ടാണ്. കണ്ടോ, ഇതിങ്ങനെ പിടിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടണില്ല. ഇതിൻ്റെ രണ്ട് വള്ളികളാട്ടോ. ഈ രണ്ട് വള്ളീനെ നമുക്ക് മാറ്റി പിടിക്കാം. കണ്ടോ, ഇങ്ങനെയാണ്. ഒരു കുഞ്ഞ് ഷർട്ടാണ്, വലിയ ഒരു ക്രോപ്പ് ടോപ്പ് ടൈപ്പ് ഓഫ് ഷർട്ടാണ്. അതിൻ്റെ ഒരു ഫ്രണ്ടിലൊരു ടൈ പോലെയുണ്ട്. ഇതാണ് ഷർട്ടിൻ്റെ ഒരു എക്സാക്ട് ലുക്ക് എന്ന് പറയാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്പാണ് വന്നിരിക്കുന്നത്. നല്ല മെറ്റീരിയലാട്ടോ, ക്വാളിറ്റി വൈസ് ഓക്കെയാണ്. ആൻഡ് ഓൾസോ റേറ്റ് ഭയങ്കര ലോ ആണ്. റേറ്റ് ഞാൻ പക്കായിട്ട് ഓർക്കണില്ല. എല്ലാം നമ്മുടെ 500-നുള്ളിലുള്ള ഡ്രസ്സാണ്. അതായത് ഒരു 200 തൊട്ടുള്ള ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. 200 രൂപ തൊട്ടുള്ള പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ്സ് ഇതാണ്. കോളർ നെക്കാണ് വന്നിരിക്കുന്നത്. ഷർട്ടാണ് ആൻഡ് ഓൾസോ 3/4 സ്ലീവ് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ള ഡിസൈൻ ഇതാണ് വന്നത്. കാരണം നല്ല ഭംഗിയാണ്. ഫുൾ കംപ്ലീറ്റ് ഇതാണ്. നല്ല മെറ്റീരിയലായിട്ട് ഒരു നൈസായിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മൾ ആവറേജ് അല്ല, എന്നാൽ അതിലും കൂടുതലൊരു 80% നല്ല മെറ്റീരിയലാണ്. മെറ്റീരിയൽ വൈസ് നോക്കുവാണെങ്കിൽ ആൻഡ് ഓൾസോ ലുക്ക് വൈസ് മൊത്തം എടുക്കുവാണെങ്കിൽ നല്ലൊരു ഡ്രസ്സാണ് ആ ഡ്രസ്സ്. ഇതെല്ലാം ജീൻസിന് പറ്റിയ ടോപ്പുകളും കാര്യങ്ങളുമായിട്ട് കാണിക്കുന്നത്. രണ്ടാമത് നമ്മൾ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഇതൊരു ഷർട്ടാണ്. അഗെയിൻ ഷർട്ടാണ്. ഇത് വന്നിട്ട് ബ്ലൂ ഷർട്ടാണ്. കണ്ടോ, ഇതിനകത്തൊരു ക്യാറ്റിൻ്റെ പ്രിൻ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇത് കണ്ടോ, മെറ്റീരിയൽ വന്നിട്ട് ഇങ്ങനെയാണ്. അടുത്ത് കൊണ്ടുവരുമ്പോൾ മെറ്റീരിയൽ കാണാൻ പറ്റും. സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയലാണ്, പക്ക റയോൺ മെറ്റീരിയൽ. ഇതുപോലെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ഇറങ്ങി ബാക്ക് സൈഡ് കയറി കേട്ടോ ഇരിക്കുന്നത്. ബാക്ക് സൈഡ് ഒരു ചതുരം പോലെ ഇങ്ങനെയും ഫ്രണ്ട് സൈഡ് വന്നിട്ട് അങ്ങനെ ഇറങ്ങിയുമാണ് ഇരിക്കുന്നത്. നല്ല പ്രിൻ്റാണ്. ആക്ച്വലി ഇതിൻ്റെ ബ്ലാക്ക് ആണ് ഞാൻ ഓർഡർ ചെയ്ത്, വന്നപ്പം ബ്ലൂ ആണ്. അപ്പം നമ്മൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന പ്രൊഡക്ട്സിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യുന്ന കളർ ആയിരിക്കില്ല വരുന്നത്. മീഷോയിൽ നിന്ന് എനിക്കങ്ങനെ 2-3 പ്രാവശ്യം ഇപ്പം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക. അല്ല, ഞാൻ ബ്ലാക്ക് ഓർഡർ ചെയ്തിട്ട് ബ്ലൂ ആണ്. പക്ഷേ ബ്ലൂ ഈസ് നൈസായിട്ടുള്ള കളറായതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ഭംഗിയാട്ടോ ഈ ഡ്രസ്സ് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഷർട്ട്. ആൻഡ് സ്ലീവ് വന്നിട്ട് ഷോർട്ട് സ്ലീവ് ആണ് വന്നേക്കുന്നത്. 3/4 സ്ലീവോ ഫുൾ സ്ലീവോ ഒന്നും അല്ല. നല്ല രസമാട്ടോ ഈ ഷർട്ട് കാണാൻ. ഇതിനൊക്കെ റേറ്റ് വന്നിട്ട് ഭയങ്കര ബിലോ 300 റുപ്പീസാന്ന് തോന്നുന്നു. ഓർക്കണില്ല കറക്റ്റ്. സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ആൻഡ് ഓൾസോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താ പറയുക, കോഡ് അല്ലെങ്കിൽ ലിങ്ക് ആഡ് ചെയ്തേക്കാം. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഒരു ഷർട്ടാണ്. ഇതാണ് ആ ഷർട്ട്. ഇത് വന്നിട്ട് ഇങ്ങനെയാട്ടോ ഈ ഷർട്ട്. ഫ്രണ്ട് സൈഡിൽ 2 പോക്കറ്റും ആൻഡ് ഇങ്ങനെ ഒരു ഫുള്ളായിട്ടുള്ള റയോൺ മെറ്റീരിയൽ വന്നേക്കുന്ന ഒരു നല്ല ഷർട്ടാണ്. കാക്കി കളറാണ് വന്നേക്കുന്നത്. കാക്കിയല്ല, ലൈറ്റ് പച്ചയാണ് വന്നേക്കുന്നത്. ചാണകപ്പച്ച എന്നൊക്കെ പറയില്ലേ. സ്ലീവാണ് വന്നേക്കുന്നത്. ആൻഡ് ഓൾസോ നല്ല ഷർട്ടാട്ടോ. മെറ്റീരിയൽ വൈസ് അടിപൊളിയാണ്. നല്ല സോഫ്റ്റ് റയോണാണ്. ഇത് ഇടാൻ സുഖമാണ്. ഒത്തിരി മടുപ്പിക്കത്തില്ലാത്ത മെറ്റീരിയലാണ് ഷർട്ടുകൾ വന്നേക്കുന്നത്. ഇത് 3 മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഷർട്ട് ഐറ്റംസ്, അതായത് ഷർട്ട് മോഡൽ. ഇനി ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ. ആക്ച്വലി ഈ പ്രൊഡക്ട്സ് ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്തേക്കാം. ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്ട്സ് ഇങ്ങനെയല്ല കേട്ടോ. പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പായിരുന്നു. പക്ഷേ ഇത് അത്രയും കൊള്ളില്ല എന്നല്ല, ഒരു ആവറേജ് ഉള്ളൂ. വലിയ ഭംഗി പറയാനൊന്നുമില്ല. ഫോട്ടോ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇത് വരുത്തുവാണെങ്കിൽ കൊള്ളില്ല. ഇതാണെങ്കിൽ ടുണീക്സ് ആട്ടോ വന്നേക്കുന്നത്. ഇത്രയും ലെങ്ത് ഉള്ള ഒരു ടുണീക്സ് ആണ് വന്നേക്കുന്നത്. പക്ഷേ ഇൻസേർട്ട് ചെയ്തിട്ട് വെയർ ചെയ്യുവാണെങ്കിൽ നൈസാണ്. പക്ഷേ അല്ലാത്തൊരു ടുണീക്സ് വൈസിൽ ഇടാൻ അത്രയും സുഖമില്ല. കാരണം മെറ്റീരിയൽ പറയാനാണെങ്കിലും അത്രയും ഭംഗിയുള്ളതൊന്നുമല്ല. ഒരു ആവറേജിൽ ഇടാം എന്നേ ഉള്ളൂ. അല്ലാണ്ട് വലിയ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. അത്രയും ആരെയും ഞാൻ ബൈ ചെയ്യാനും ഫോഴ്സ് ചെയ്യില്ല. അത്രയും സെറ്റപ്പ് ഇല്ല ഈ മെറ്റീരിയൽ കാണാനും.
ക്യാമറയിൽ ഇത് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്, പക്ഷെ നേരിട്ട് ഇത്രയും ലുക്കില്ല കേട്ടോ. ഇതാണ് നമ്മൾ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ്. ഇനി നമ്മൾ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഷ്രഗ് കേട്ടോ. ഷ്രഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ഈ ചില ടീഷർട്ടൊക്കെ വെയർ ചെയ്യുമ്പോൾ ഈ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഷ്രഗാണ് എടുത്തത്. ഇതാണ് ആ ഷ്രഗ്. ബ്ലാക്കിൽ ചുമ്മാ സിമ്പിളായിട്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നൈസ് മെറ്റീരിയലിൽ ഒരു ഷ്രഗ് അടിച്ചേക്കുവാണ്. ജസ്റ്റ് അവർ ആ മെറ്റീരിയൽ എടുത്തിട്ട് എന്താ പറയുക, ഒരു സ്ലീവ് കൊടുത്തിട്ടുള്ളതെന്നേ ഉള്ളൂ. ആൻഡ് ഓൾസോ കോളർ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് നമ്മളിടുന്ന ഡ്രസ്സ് എന്താണ് ഉള്ളിൽ അത് കാണാൻ പറ്റും. പക്ഷെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു ഷ്രഗാണിത്. നല്ല ഷ്രഗാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട മെറ്റീരിയൽ ആണല്ലോ, കുഴപ്പമില്ല അത്രയും. പക്ഷെ സോഫ്റ്റ് ആയിട്ടുള്ള പോളിസ്റ്റർ അല്ല, ഇത് ഇച്ചിരിയുടെ ലോക്കൽ ക്വാളിറ്റിയിലുള്ള പോളിസ്റ്റർ മെറ്റീരിയലാണ് ഈ ഡ്രസ്സ് ഷ്രഗ് വന്നേക്കുന്നത്. ഞാനിവിടെ വെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതാണ് ആ ഷ്രഗ്. ഇതൊക്കെയാണ് നമ്മൾ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റുകൾ. 5 പ്രോഡക്റ്റ്സ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത. ഇനി ഞാൻ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മിന്ത്രയിലാണ്. ഞാൻ ഇൻട്രോ പറഞ്ഞപ്പം മിന്ത്രയുടെ ഇത് കാര്യം പറയാൻ മറന്നു. ഒറ്റ ഡ്രസ്സേ ഉള്ളൂ കേട്ടോ മിന്ത്രയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സല്ല, ഇത് ഷർട്ടാണ്. ഷർട്ട് എന്ന് പറയാനുള്ള ക്രോപ്പായിട്ടുള്ള ടുണീക്കാണ് വന്നേക്കുന്നത്. ടുണീക്സ് മീൻസ് ടോപ്പാണ് വന്നേക്കുന്നത്. ഷർട്ട് മോഡലിലൊരു ടോപ്പാണ് വന്നേക്കുന്നത്. കുഞ്ഞു ടോപ്പാട്ടോ, വലിയ ലെങ്തും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കോളറാണ്, നല്ല കളറാണ്. ആൻഡ് ഓൾസോ ഇങ്ങനെ കണ്ടോ സ്ലീവിൻ്റെ ഇവിടെയും പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു നെറ്റ് കണ്ടിട്ടില്ല. അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കണ്ടോ. ഇതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. ഫ്രണ്ടിൽ 2 പോക്കറ്റും കോളർ. നല്ല കളറാട്ടോ. കളർ കണ്ടിട്ട് നമ്മളെടുത്തതാണ്. നല്ല മെറ്റീരിയലുമാണ്. മിന്ത്രയിലെ എല്ലാ മെറ്റീരിയലും തന്നെ അടിപൊളി മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ നല്ല മെറ്റീരിയലാണ്. ഇത് നിങ്ങൾക്ക് ആർക്കും ബൈ ചെയ്യാം. നല്ല മെറ്റീരിയലാണ്. ആൻഡ് ഓൾസോ നല്ല കളറാണ്. വർക്ക് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ആ ഒരു ഷർട്ടിനോട് യോജിക്കുന്ന രീതിയിലുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓൾ ഓവർ നൈസായിട്ടുള്ള ഒരു ടോപ്പാണ് ഇത്. ഇതാണ് മിന്ത്രയിൽ നിന്ന് നമ്മൾ ആ ഒരൊറ്റ പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് മിന്ത്ര ഹോൾ ചെയ്യാൻ പാകത്തിന് ഞാൻ ബൈ ചെയ്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു ഡ്രസ്സ് അപ്പം മീഷോയുടെ കൂടെ ആഡ് ചെയ്തത്. ഇനി നമ്മൾ കാണിക്കുന്ന അജിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് ടോപ്സാണ്. ഇത് ജീൻസിന് പറ്റിയിട്ടുള്ള ടോപ്സ് ആട്ടോ. സിമ്പിളായിട്ടുള്ള സാധനമാണ്. ഇത് കോളേജ് വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഔട്ടിംഗ് വെയർ ആയിട്ട് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടോപ്പുകളായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെല്ലാം. കാരണം എല്ലാവർക്കും ഒരുപോലെ ഇടാൻ പറ്റുന്നത് വേണമല്ലോ. അജിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷർട്ടാണ്. ഇത് വന്നിട്ട് DNMX ബ്രാൻഡിൻ്റെ ഒരു ഷർട്ടാണ്. ടോപ്പല്ല, പക്ക ഷർട്ടാട്ടോ. ഇത് കണ്ടോ, ചെക്കാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല മെറ്റീരിയലാണ്. റയോൺ സോഫ്റ്റ് മെറ്റീരിയലാണ് പക്ക. മറ്റേ മീഷോയിൽ കാണിച്ച ടൈപ്സ് മെറ്റീരിയൽ അല്ല റയോണിൻ്റെ. നല്ല റയോണാണ്. റയോണിൽ നല്ലൊരു ചെക്കാണ് അവർ പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ ചെറിയൊരു ഫ്രണ്ടിലൊരു കണ്ടോ ഗ്യാദേഴ്സ് പോലെ ഒരു മടക്കിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലെ ലുക്ക്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. ഇതാണ് ഈ ഷർട്ടിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറഞ്ഞാൽ. നല്ല രസമാണ് കേട്ടോ. അതായത് സോഫ്റ്റ് മെറ്റീരിയലാണ് കാണാനായിട്ട്, യൂസ് ചെയ്യാനും നല്ല സോഫ്റ്റാണ്. അപ്പോൾ കണ്ണും പൂട്ടി ആ ഡ്രസ്സ് നമുക്ക് ബൈ ചെയ്യാം. ഇനി നമ്മൾ കാണിക്കുന്ന അടുത്തൊരു ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻസിന് പറ്റിയത് തന്നെയാണ്, പക്ഷേ ഇച്ചിരി കൂടെ ഇറക്കമുള്ള ഒരു ഡ്രസ്സാട്ടോ. മുട്ടിന് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു ബനിയൻ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇതാട്ടോ അതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഇത്രയും ലെങ്ത് ഉണ്ട്. ക്യാമറ കംപ്ലീറ്റ് ലെങ്ത് കിട്ടില്ലേ. ഞാനിവിടെ വെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതാണ്. നല്ല കളറാട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. സ്ലീവ്ലെസ് ആണ്. കുട്ടി സ്ലീവ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത്രയും കാര്യമായിട്ട് സ്ലീവ് പറയാനില്ല. ചെറിയ സ്ലീവാണ്. സ്ലീവ്ലെസ് എന്ന് തന്നെ പറയാം. ഒട്ടും സ്ലീവില്ല. ഒരു ഇന്നർ ബനി യൂസ് ചെയ്യേണ്ടി വരും. അതായത് സ്ലീവ് ഇല്ലാതെ യൂസ് ചെയ്യുന്നവർക്ക് ഫൈൻ. സ്ലീവ് ഇട്ട് യൂസ് ചെയ്യുന്നവർക്കാണ് ഒരു ഇന്നർ ബനി യൂസ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് തന്നെ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബനിയൻ മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ചെറിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ബെൽറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ. ഗ്രീൻ, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ബ്രാൻഡ് വന്നിട്ട് ടീം സ്പിരിറ്റ് ആട്ടോ. സ്പിരിറ്റ് ആണ് ഇതിൻ്റെ ബ്രാൻഡ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും ലാസ്റ്റത്തെ പ്രോഡക്റ്റ് ആട്ടോ. ഇതും കൂടി ഈ ഹോൾ വീഡിയോ കഴിയുകയാണ്. ഇത് വന്നിട്ട് ഒരു ചെറിയ ടോപ്പാട്ടോ. ഇതാണ് നമ്മൾ അജിയോയിൽ നിന്ന് വാങ്ങിയ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, താഴെ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലായിട്ട് വൈറ്റ് ബ്ലാക്കിൽ ഡോട്ടിൽ ഇങ്ങനെ ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ്. ഫ്രണ്ടിൽ ഒരു ടൈ ഉണ്ട്. സ്ലീവ്ലെസ് ആണ്. പോളിസ്റ്റർ മെറ്റീരിയലാണ്, പക്ഷേ നല്ല ഡ്രസ്സാണ് കേട്ടോ. മീഷോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അജിയോയിലെ ഡ്രസ്സിനാണ് കൂടുതൽ ഭംഗി.
പറയാൻ പാകത്തിന് ഇത് കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാട്ടോ ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പാണ്. നല്ല ഭംഗിയാണ് ഈ ടോപ്പ് കാണാൻ. അപ്പം നമ്മൾ ഇതൊക്കെയായിട്ട് അജിയോയിൽ നിന്നും മീഷോയിൽ നിന്നും മിന്ത്രയിൽ നിന്നൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിലിടുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വീഡിയോയിൽ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അറിയാവുന്നത് നിങ്ങൾക്ക് ഏത് ടൈപ്സ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടതെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത വീഡിയോ കാണും വരെ ടേക്ക് കെയർ.